ഹായ് പാരൻസ്, എൻ്റെ പേര് രേഷ്മ. ഞാനൊരു ഒപ്റ്റോമെട്രിസ്റ്റാണ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ്, നിങ്ങളുടെ കുട്ടികൾ ടി വി അടുത്തിരുന്ന് കാണുന്നവരാണോ, അല്ലെങ്കിൽ മൊബൈൽ കണ്ണിനോട് ചേർത്ത് വെച്ച് കാണുന്നവരാണോ, ഇരുട്ടുള്ള മുറിയിലിരുന്ന് മൊബൈൽ യൂസ് ചെയ്യുന്നവരാണോ? ഇതിനെല്ലാം ആഫ്റ്റർ എഫക്റ്റായിട്ട് നമ്മുടെ കണ്ണിന് വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്കറിയാം, ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതിന് ശേഷം എല്ലാ കുട്ടികളും മൊബൈൽ ഫോൺ അഡിക്റ്റാണ്. അതുമാത്രമല്ല, ഒരു 1.5 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അമ്മമാർ മൊബൈൽ കൊടുത്താണ് ശീലിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ പരിണിത ഫലമായിട്ട് ഇപ്പോൾ എല്ലാ കുട്ടികളിലും ഒരു 100-ൽ ഒരു 70% കുട്ടികൾക്കും തലവേദന, അല്ലെങ്കിൽ കണ്ണ് ചൊറിച്ചിൽ, കണ്ണ് തിരുമ്മ, ഇടയ്ക്കിടയ്ക്കുള്ള റബ്ബിങ് വരുന്നുണ്ട്. അതുപോലെ കണ്ണിടയ്ക്ക് ബ്ലിങ്ക് ചെയ്യുക, അതായത് ഫ്രീക്വൻറ്റ് ബ്ലിങ്കിങ് വരിക, ഇതുപോലുള്ള കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട്. നമുക്ക് ക്ലിനിക്സിലായാലും ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്, തലവേദനയായിട്ടും അല്ലെങ്കിൽ കണ്ണിന് ചൊറിച്ചിലായിട്ടും, ഭയങ്കര കണ്ണിനൊരു ഹെവിനെസ് ഫീൽ ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഒരുപാട് അമ്മമാരും കുട്ടികളും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ മക്കൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടി വി കാണുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കാം. അവർക്ക് കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ അടുത്ത് പോയിരുന്ന് കാണുന്നത്, അല്ലെങ്കിൽ ഇതൊരു ക്യൂട്ട് ഹാബിറ്റായിട്ട് ആരും കാണരുത്. മക്കൾ കണ്ണിനോട് അടുപ്പിച്ച് ഫോൺ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ടി വിയുടെ തൊട്ട് മുന്നിൽ പോയിരുന്ന് ടി വി കാണുക. ഇവർക്ക് കുട്ടികളുണ്ടാകുന്ന ഒരു കാഴ്ച സംബന്ധിച്ചൊരു പ്രശ്നമാണ് മയോപ്പിയ എന്ന് പറയുന്നൊരു കണ്ടീഷൻ. അതെന്താണെന്ന് വെച്ചാൽ, ദൂരക്കാഴ്ച ഭയങ്കരമായിട്ട് മങ്ങിപ്പോവുക, അടുത്തുള്ള കാഴ്ച നല്ല വ്യക്തമാവുക. ഈ ഒരു കണ്ടീഷനാണ് കുട്ടികളിൽ വരുന്ന ഒരു കാഴ്ചക്കുറവിൻ്റെ ഒരു കണ്ടീഷൻ്റെ പേരാണ് മയോപ്പിയ എന്ന് പറയുന്നത്. ചിലപ്പോൾ അവർക്ക് ദൂരക്കാഴ്ച പ്രശ്നമായതുകൊണ്ടായിരിക്കാം ടി വി അടുത്ത് പോയി നിന്ന് കാണുന്നതൊക്കെ. ഇപ്പോൾ ഒരു വെക്കേഷൻ ടൈമൊക്കെയാണ്, കുട്ടികൾ കൂടുതലും മൊബൈലും കാര്യങ്ങളിലൊക്കെയാണ് സ്പെൻഡ് ചെയ്യുക. പഴയ കാലത്തെ പോലെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ കുട്ടികൾക്ക് ഇപ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാറായി, കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് അവരുടെ കാഴ്ചയെല്ലാം ക്ലിയറാണ്, അവർക്ക് കാഴ്ചക്കുറവൊന്നും ഇല്ല, കണ്ണ് സംബന്ധമായിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ സ്കൂളിൽ പോയതിന് ശേഷം കുറേ കുട്ടികൾ പറയുന്നേക്കാം, പഠിക്കാൻ സ്മാർട്ടായിട്ടുള്ള കുട്ടികൾക്ക് മാർക്ക് കുറയുന്നതിൻ്റെ റീസൺ അവർക്ക് ബോർഡിൽ എഴുതുന്നത് ഒന്നും വ്യക്തമല്ല, അതായത് അവർക്ക് ദൂരക്കാഴ്ച ക്ലിയർ അല്ല. അപ്പോൾ ഫസ്റ്റ് ബെഞ്ചിലിരുന്നാൽ മാത്രമാണ് അവർക്ക് കാണാൻ സാധിക്കുക. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്നതിന് മുൻപായിട്ട് അവരെ കാഴ്ച ഫുൾ വിഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് കണ്ണ് സംബന്ധമായിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പാരൻസ് ഒന്ന് ഉറപ്പുവരുത്തുക. എപ്പോഴും മക്കൾ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അവർ നല്ല പ്രോപ്പർ ലൈറ്റ് കണ്ടീഷനിൽ വേണം ഇരുത്താനായിട്ട്. ഇരുണ്ട മുറിയിലോ ഒന്നും ഇരുത്ത് ഫോൺ കൊടുക്കരുത്. ആ സമയത്ത് നമ്മുടെ കണ്ണിലേക്ക് ബ്രൈറ്റ് ലൈറ്റ് വരുന്ന സമയത്ത് കണ്ണിൻ്റെ മസിൽസ് സ്ട്രെയിൻ വരും, കണ്ണിന് വാട്ടറിങ് വരും, അതുപോലെ കണ്ണിന് ചൊറിച്ചിൽ വരിക, തലവേദന വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒഫ്താൽമോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ഒന്നുകിൽ ഒരു തുള്ളിമരുന്ന് അല്ലെങ്കിൽ ഒരു കണ്ണടയിൽ നമുക്കത് പരിഹരിക്കാൻ സാധിക്കും. കുറേ നാൾ കഴിഞ്ഞ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെ കണ്ണൊന്ന് ലേസിയായി പോകാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഒരു കണ്ണ് മാത്രം യൂസ് ചെയ്ത് ഒരു കണ്ണിന് കാഴ്ചക്കുറവ് വന്ന് ഒരു കണ്ണ് ഉപയോഗിക്കപ്പെടാതെയൊക്കെ വരുന്നൊരവസ്ഥയിലേക്ക് പോകുന്നതിന് നല്ലത് നമ്മൾ നേരത്തെ തന്നെ ഇതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോസായിട്ട്, നല്ല ടോപ്പിക്കായിട്ട് ഞാൻ വരാം. മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക.